ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോവാം. ഇവിടെ ബെൽജിയത്തിൽ, എല്ലാ രാജ്യത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബെൽജിയത്തിൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഡെലിവറിക്ക് മുന്നേ ആയിട്ടും ഡെലിവറിക്ക് ശേഷമായിട്ടും ഒരു 9 സെഷൻസ് ഫിസിയോതെറാപ്പി നമുക്ക് എടുക്കാൻ പറ്റും. ഇൻഷുറൻസ് വഴി ഫ്രീ ആണ്. അപ്പം അതിൽ ഞാനെല്ലാം എടുത്തിരുന്ന പോസ്റ്റ് ഡെലിവറി ആയിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ലാസ്റ്റ് സെഷനാണ്. അപ്പോൾ നമ്മൾ 8 വീക്സ് ആകുമ്പോഴാണ് ആ ഫിസിയോതെറാപ്പി തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് സെഷനാണ്. അപ്പോൾ അതിന് ഞാൻ പോകുന്ന വഴിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫിസിയോതെറാപ്പിയുടെ അങ്ങോട്ട് നടക്കുന്നു. അങ്ങനെ നമ്മൾ നടക്കുമ്പം കാണുന്ന വ്യൂ കേട്ടോ ഇത്. ഈ മഴയുള്ള ദിവസമായത് കാരണം അത്ര ഭംഗിയില്ലാത്ത, അല്ലെങ്കിൽ ഈ വില്ലകളിൽ ബിൽഡിങ് കാണാൻ നല്ലൊരു രസമാട്ടോ. ഒരേപോലെ ഒരേ കളറിലിരിക്കുന്ന. ഒരുപാട് ദൂരം നടക്കണ്ട, ഈ ചെറിയൊരു പാർക്ക് ക്രോസ് ചെയ്ത് ചെല്ലുമ്പോൾ നമ്മുടെ സ്ഥലം എത്തും. അങ്ങനെ നമ്മളിവിടെ ഫിസിയോതെറാപ്പിയുടെ എത്തി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് 2 മണിക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പം ഇലോണയാണ് എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ്. ഒരു ഫ്രഞ്ച് ലേഡിയാണ്, പക്ഷേ ഇംഗ്ലീഷ് പറയും, അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ്റെ പുള്ളിക്കാർക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഓരോ ബുക്കുകളും ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് വായിക്കാം. പക്ഷേ എല്ലാം ഡച്ചിലാണ്. എനിക്ക് ഡച്ച് അത്രയ്ക്ക് വശമില്ലാത്ത കാരണം ഒന്നും വായിക്കുന്നില്ല, ചുമ്മാ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി 9 സെഷൻസാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ 9 സെഷൻസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ഇങ്ങനെ ഓരോ വീക്കിൽ പതുക്കെ തുടങ്ങി 9th വീക്ക് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസും വർക്കൗട്ടും വരും. അപ്പം ആദ്യത്തെ വീക്കുകളിൽ അവർ നമ്മുടെ പെൽവിക്സ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുകയും അതിനുശേഷം നമ്മുടെ ആബ്സ്, ഇന്നർ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി സ്ഥലം. ആൻഡ് ഇതാണ് എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇലോണ. ഞങ്ങളുടെ സെഷൻ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു. പക്ഷേ എൻ്റെ ഫിസിയോതെറാപ്പി സെഷൻ ഇവിടെ കഴിഞ്ഞേ. ഇതെൻ്റെ റീഇംബേഴ്സ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനുള്ള പേപ്പർ കേട്ടോ. അങ്ങനെ അതും കിട്ടി. നമ്മളതേ വീട്ടിലേക്ക് പോവുക.